ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് സമാപനമാകുന്നു. പന്തളം രാജപ്രതിനിധി ആചാരപരമായി അയ്യപ്പനെ ദർശിച്ച് പടിയിറങ്ങിയതിനു ശേഷം ഹരിവരാസനം പാടി നടയടയ്ക്കും. 52 ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് ഈ വർഷം മണ്ഡലം മകരവിളക്ക് സീസണിൽ ദർശനം നടത്തിയത്. ശബരിമലയിൽ നിന്നും ഗോകുലാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഗോകുൽ, എന്തായാലും മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് ഒരു സമാപനം ആവുകയാണ്. ഒരു പരാതിരഹിത തീർത്ഥാടന കാലമായിരുന്നു ഇക്കുറി എന്ന് പറയാൻ സാധിക്കും. ഏത് രീതിയിലാണ് ഇന്നിനിയും നടയടച്ച് അതിലൊരു പരിസമാപ്തി കുറിക്കുക? സ്വതി, നിലവിൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിൽ അതിൻ്റെ ഏറ്റവും അവസാനഘട്ട ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. അല്പസമയത്തിനകം ഈ 18-ാം പടി വഴി പന്തളം രാജപ്രതിനിധി തൃക്കേട്ട തിരുനാൾ രാജരാജവർമ്മ അദ്ദേഹം ദർശനം പൂർത്തിയാക്കി ഇറങ്ങി വരുന്നതോടു കൂടിയിട്ടാണ് തീർത്ഥാടന കാലത്തിൻ്റെ എല്ലാ ചടങ്ങുകളും അവസാനിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ അയ്യപ്പനെ ദർശിക്കുന്നതിന് വേണ്ടി ശ്രീകോവിലിന് സമീപത്തേക്ക് എത്തും. ഈ സമയത്ത് പന്തളം രാജപ്രതിനിധിക്കും അദ്ദേഹത്തിന് മാത്രമാണ് ദർശനത്തിന് അനുമതിയുള്ളത്. അതായത് അയ്യപ്പൻ്റെ പിതൃസ്ഥാനത്താണ് പന്തളം രാജകുടുംബമുള്ളത്. അതുകൊണ്ട് തന്നെ അച്ഛനും മകനും മാത്രമായിട്ടുള്ള ഒരു ദർശന സമയമാണ് ഇപ്പോഴുള്ളത്. ആ ചടങ്ങ് അല്പസമയത്തിനകം തന്നെ ശ്രീകോവിലിനുള്ളിൽ മുൻപിൽ നടക്കും. ആ സമയത്ത് മറ്റാർക്കും ശ്രീകോവിലിന്റെ ആ ഭാഗത്തേക്ക് പ്രവേശനം അനുവദിക്കുന്നുണ്ടാവില്ല. അതിനുശേഷം അദ്ദേഹം പ്രാർത്ഥിച്ചതിന് ശേഷം നേരെ ഹരിവരാസനം ചടങ്ങായിരിക്കും അതിനുശേഷം നടക്കുന്നുണ്ടാവുക. ശ്രീകോവിലിൽ ഹരിവരാസനം പാടി നട മേൽശാന്തി അടയ്ക്കും. അതിനുശേഷം ശ്രീകോവിലിന്റെ താക്കോൽ കൂട്ടം രാജപ്രതിനിധിക്ക് കൈമാറും. അതിനുശേഷം അദ്ദേഹം അത് തിരികെ നൽകി അടുത്തൊരു വർഷത്തേക്കുള്ള പൂജയ്ക്കുള്ള അനുമതി നൽകിയതിനു ശേഷം അദ്ദേഹം 18-ാം പടി ചവിട്ടി തന്നെ താഴേക്ക് ഇറങ്ങും. അതിനുശേഷം 18-ാം പടിയും അടയ്ക്കുന്നതോടുകൂടി ചടങ്ങുകൾക്കൊക്കെ തന്നെ പൂർണ്ണമായിട്ടും പരിസമാപ്തി ആവുകയും ചെയ്യുന്നുണ്ടാവും. അല്പസമയം മുമ്പ് പന്തളത്ത് നിന്നും കൊണ്ടുവന്നിട്ടുള്ള തിരുവാഭരണ പേടകങ്ങൾ തിരികെ പന്തളത്തേക്ക് യാത്ര പുറപ്പെട്ടിട്ടുണ്ട്. മകരവിളക്ക് ദിവസം അയ്യപ്പന് ചാർത്തുന്നതിന് വേണ്ടി വളരെ വലിയ ആഘോഷപൂർവ്വം ഘോഷയാത്രയായി സന്നിധാനത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ള തിരുവാഭരണ പേടകങ്ങളാണ്. തിരുവാഭരണം ചാർത്തിയുള്ള ദർശനത്തിന് ശേഷം 3 ദിവസത്തോളം അയ്യപ്പന് ആ തിരുവാഭരണങ്ങൾ ചാർത്തിക്കൊണ്ടായിരുന്നു ദർശനം. അതിനുശേഷം ഇന്ന് തിരുവാഭരണങ്ങൾ അതേ പേടകങ്ങളിലാക്കി 3 പേടകങ്ങളിലാക്കി 18-ാം പടി വഴി തന്നെ പന്തളത്തേക്കുള്ള യാത്ര പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ ഉള്ളത് വൈകാരികമായിട്ടുള്ള ചില ചടങ്ങുകൾ മാത്രമാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ പിതാവും പുത്രനും മാത്രം ഉള്ള ഒരു അഭിമുഖം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദർശനം എന്നുള്ള ഒരു സമയത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത്. അത് അല്പസമയത്തിനകം തന്നെ പൂർത്തിയാകും. ഒപ്പം സ്വാതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം അത്യന്തം ഭംഗിയോടുകൂടിയിട്ടും അല്ലെങ്കിൽ സുഗമമായിട്ടും പൂർത്തിയാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ ദേവസ്വം ബോർഡിനും മറ്റ് അധികൃതർക്കും ഒക്കെ ഉണ്ട്. കാരണം കൃത്യമായിട്ട് സുഗമമായിട്ട് ദർശനം എല്ലാ തീർത്ഥാടകർക്കും ഒരുക്കാനായിട്ട് ഈ സീസണിൽ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. 52 ലക്ഷത്തോളം തീർത്ഥാടകരാണ് ഈ സീസണിൽ മാത്രം ശബരിമലയിൽ ദർശനം നടത്തിയത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഏകദേശം 10 ലക്ഷത്തിലധികം തീർത്ഥാടകരുടെ വർധനവാണ് ഇക്കുറി ഉണ്ടായിട്ടുള്ളതെന്നാണ് കണക്കുകൾ നോക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അത്രത്തോളം തീർത്ഥാടകർ അധികമായിട്ട് വന്നെങ്കിൽ കൂടിയിട്ടും മറ്റു പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ പരാതികളോ ഒന്നും തന്നെ ഇക്കുറി ഉയർന്നു വന്നില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. കൃത്യമായിട്ട് ആദ്യഘട്ടം മുതൽ തന്നെ അധികൃതരുടെയും ഒപ്പം എല്ലാ വകുപ്പുകളുടെയും ദേവസ്വം, പോലീസ് ഉൾപ്പെടെയുള്ള എല്ലാ വകുപ്പുകളുടെയും കൃത്യമായ ഏകോപനത്തിലൂടെയും അവരുടെ കൃത്യമായിട്ടുള്ള പദ്ധതികളിലൂടെയും അതിന്റെ നടപ്പാക്കലുകളിലൂടെയുമാണ് സുഗമമായിട്ട് തീർത്ഥാടനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചത്. മുൻ വർഷങ്ങളിലൊക്കെ തന്നെ വലിയ പരാതികളുണ്ടായിരുന്നു, പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതൊക്കെ തന്നെ അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ തന്നെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കിയത് മൂലമാണ് കൃത്യമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കി പരാതിരഹിതമായ ഒരു മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലമാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്.